എല്ലാവർക്കും ചോക്ക് ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിൽ 30 മാർക്കിനാണ് പരിസ്ഥിതി പഠനം വരുന്നത്. ഇതിൽ 20 മാർക്ക് വിഷയസംബന്ധമായ ചോദ്യങ്ങളും 10 മാർക്ക് ബോധനശാസ്ത്രം അഥവാ പെഡഗോജിയുമാണ്. പലരും സിലബസ് നോക്കി പേടിക്കാറുണ്ട്. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് മുഴുവൻ മാർക്കും നേടാം. ഇന്ന് നമ്മൾ സിലബസിലെ ഓരോ പോയിന്റും വളരെ വിശദമായി ചർച്ച ചെയ്യാൻ പോകുകയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് കടക്കാം. കുടുംബം, ജലം, കൃഷി. കുടുംബത്തിലെ വിവിധ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ, അവരുടെ ചുമതലകൾ എന്നിവ പഠിക്കണം. കുടുംബമാണ് കുട്ടിയുടെ സാമൂഹികവൽക്കരണത്തിന്റെ ആദ്യ കേന്ദ്രം. ജലം, ജലസ്രോതസ്സുകൾ, ജലമലിനീകരണത്തിനുള്ള കാരണങ്ങൾ, അത് തടയാനുള്ള മാർഗങ്ങൾ ശ്രദ്ധിക്കുക. മഴവെള്ള സംഭരണം പോലുള്ള ജലസംരക്ഷണ രീതികൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കൃഷി, വിവിധതരം കൃഷിരീതികൾ, ഉദാഹരണത്തിന് ജൈവകൃഷി, സമ്മിശ്ര കൃഷി തുടങ്ങിയവ, കാർഷിക ആയുധങ്ങൾ എന്നിവ മനസ്സിലാക്കുക. വീട്ടുമുറ്റത്തെ ഔഷധസസ്യങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മണ്ണൊലിപ്പിന്റെ കാരണങ്ങൾ, മണ്ണുമലിനീകരണം തടയൽ എന്നിവ പഠിക്കണം. ആവാസവ്യവസ്ഥയെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കൃത്യമായ ധാരണ വേണം. മലിനീകരണം ഭൂമിയിലുണ്ടാക്കുന്ന ആഘാതങ്ങളും പരിഹാരമാർഗങ്ങളും ശ്രദ്ധിക്കുക. സൗരയൂഥം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ആകാശം എന്നിവയാണ് ഈ ഭാഗത്ത് വരുന്നത്. ഭൂമിയുടെ സ്ഥാനവും പ്രത്യേകതകളും ഇതിൽ പ്രധാനമാണ്. ആരോഗ്യം, ഭക്ഷണം, ഷെൽട്ടർ. രോഗങ്ങൾ, വിവിധതരം പകർച്ചവ്യാധികൾ, അവയുടെ ലക്ഷണങ്ങൾ, ആരോഗ്യശീലങ്ങൾ എന്നിവ മനസ്സിലാക്കുക. ഭക്ഷണം, സ്വാഭാവിക ഭക്ഷണങ്ങളും കൃത്രിമ ഭക്ഷണങ്ങളും അവയുടെ ഗുണദോഷങ്ങളും എന്നിവ പഠിക്കണം. ആഹാരത്തിലെ പോഷകാംശങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ വരാം. ഷെൽട്ടറുകൾ, വിവിധ ജീവികളുടെയും മനുഷ്യരുടെയും പാർപ്പിടങ്ങളുടെ സവിശേഷതകൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. പ്രാഥമിക ചികിത്സ, അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നൽകേണ്ട ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ആവശ്യകത എന്നിവ ശ്രദ്ധിക്കുക. ഊർജം, വായു, പ്രകാശം. വിവിധതരം ഊർജ്ജരൂപങ്ങളും ഊർജ്ജ സംരക്ഷണ മാർഗങ്ങളും. വായുവിന്റെ പ്രാധാന്യം, വായുമലിനീകരണം, അത് തടയാനുള്ള മാർഗങ്ങൾ. പ്രകാശം, കണ്ണിന്റെ സംരക്ഷണം, പ്രകാശത്തിന്റെ പ്രതിഫലനം, നിഴൽ രൂപപ്പെടുന്നതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കുക. ബോധനശാസ്ത്രം, EVS പെഡഗോജി. EVSൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 മാർക്കാണ് പെഡഗോജി. വെറുതെ വിവരങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം ഇവിടെ മാർക്ക് കിട്ടില്ല. മറിച്ച് ഒരു അധ്യാപകൻ എന്ന നിലയിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനം. അന്വേഷണാത്മക പഠനം. കുട്ടികൾ വെറുമൊരു കേൾവിക്കാരനല്ല, മറിച്ച് വിവരങ്ങൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുന്നവരാകണം. ചോദിക്കാനും നിരീക്ഷിക്കാനും പരീക്ഷിക്കാനുമുള്ള സാഹചര്യങ്ങൾ അധ്യാപകൻ ഒരുക്കണം. സംയോജിത സമീപനം. പ്രൈമറി തലത്തിൽ ശാസ്ത്രം, സാമൂഹ്യശാസ്ത്രം എന്നിവയോടൊപ്പം പരിസ്ഥിതി പഠനം എന്നിവ വെവ്വേറെ പഠിപ്പിക്കുന്നതല്ല. ഇവയെല്ലാം ഒന്നിച്ച് പരിസ്ഥിതി പഠനം എന്ന കുടക്ക് കീഴിൽ കൊണ്ടുവരുന്ന രീതിയാണിത്. ഇത് കുട്ടികൾക്ക് പ്രായോഗികമായ അറിവ് നൽകുന്നു. പ്രക്രിയാ നൈപുണ്യമേൽ. വിവരങ്ങൾ ശേഖരിക്കുക, തരംതിരിക്കുക, നിഗമനങ്ങളിലെത്തുക, ആശയവിനിമയം നടത്തുക എന്നിവയാണ് പ്രക്രിയാ നൈപുണ്യങ്ങൾ. ഇത് വളർത്തിയെടുക്കലാണ് EVS പഠനത്തിന്റെ കാതൽ. തുടർച്ചയായതും സമഗ്രവുമായ മൂല്യനിർണ്ണയം. പരീക്ഷാഭേദി ഒഴിവാക്കി കുട്ടിയുടെ പഠനത്തെ നിരന്തരമായി നിരീക്ഷിക്കുന്ന രീതിയാണിത്. ഇതിൽ പോർട്ട്ഫോളിയോകൾ, ചെക്ക് ലിസ്റ്റുകൾ, ടീച്ചേഴ്സ് ഡയറി എന്നിവ ഉൾപ്പെടുന്നു. പഠനതന്ത്രങ്ങൾ. ഫീൽഡ് ട്രിപ്പ്, പ്രകൃതിയെ നേരിട്ട് കണ്ട് പഠിക്കാൻ. പ്രൊജക്റ്റ്, ഒരു ലക്ഷ്യത്തോടെയുള്ള കൂട്ടായ പ്രവർത്തനം. റോൾ പ്ലേ, സാമൂഹിക വിഷയങ്ങൾ അവതരിപ്പിക്കാൻ. ഇനി നമുക്ക് ഈ വിഭാഗത്തിലെ മുഴുവൻ ഭാഗങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ 20 ചോദ്യങ്ങളടങ്ങിയ മോക്ക് ടെസ്റ്റാണ്. അതിലെത്രയെണ്ണത്തിന് ശരിയുത്തരം ലഭിച്ചുവെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കേട്ടറ്റ് കാറ്റഗറി 1 EVS മോഡൽ ക്വസ്റ്റ്യൻസ്. 1. സസ്യങ്ങളിൽ ആഹാര നിർമ്മാണത്തിന് സഹായിക്കുന്ന പച്ച നിറത്തിലുള്ള വർണ്ണകം ഏത്? A. സാന്തോഫിൽ, B. ഹരിതകം, C. കരോട്ടിൻ, D. ആന്തോസയാനിൻ. ഉത്തരം B. ഹരിതകം, ക്ലോറോഫിൽ. 2. വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏതാണ്? A. ഓക്സിജൻ, B. കാർബൺ ഡയോക്സൈഡ്, C. നൈട്രജൻ, D. ഹൈഡ്രജൻ. ഉത്തരം C. നൈട്രജൻ. 3. താഴെ പറയുന്നവയിൽ ജലത്തിലൂടെ പകരുന്ന രോഗം ഏത്? A. ചിക്കൻ പോക്സ്, B. കോളറ, C. എയ്ഡ്സ്, D. മലേറിയ. ഉത്തരം B. കോളറ. 4. ഭൂമിയുടെ സംരക്ഷണ കവചം എന്നറിയപ്പെടുന്ന അന്തരീക്ഷപാളി ഏത്? A. ട്രോപ്പോസ്ഫിയർ, B. മിസോസ്ഫിയർ, C. ഓസോൺ പാളി, D. അയണോസ്ഫിയർ. ഉത്തരം C. ഓസോൺ പാളി. 5. രാത്രികാലങ്ങളിൽ വിരിയുന്ന പൂക്കൾക്ക് സാധാരണയായി വെളുത്ത നിറമുണ്ടാകാൻ കാരണമെന്ത്? A. ഭംഗിക്കു വേണ്ടി, B. കീടങ്ങളെ ആകർഷിക്കാൻ, C. വെയിൽ ഏൽക്കാത്തതുകൊണ്ട്,
ഡി ഇതൊന്നുമല്ല. ഉത്തരം ബി കീടങ്ങളെ ആകർഷിക്കാൻ. 6. മണ്ണൊലിപ്പ് തടയാൻ ഏറ്റവും ഫലപ്രദമായ മാർഗം താഴെ പറയുന്നവയിൽ ഏതാണ്? എ കുന്നുകൾ ഇടിച്ചു നിരത്തുക, ബി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, സി രാസവളങ്ങൾ ഉപയോഗിക്കുക, ഡി അമിതമായി നനയ്ക്കുക. ഉത്തരം ബി ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. 7. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? എ ഭൂമി, ബി ശനി, സി വ്യാഴം, ഡി ചൊവ്വ. ഉത്തരം സി വ്യാഴം. 8. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? എ സ്കർവി, ബി ബെരിബെറി, സി നിശാന്തത, ഡി അസ്ഥിസ്രാവം. ഉത്തരം സി നിശാന്തത. 9. ഒരാവാസവ്യവസ്ഥയിലെ അഥവാ എക്കോസിസ്റ്റത്തിലെ ഊർജത്തിന്റെ പ്രധാന ഉറവിടം ഏത്? എ സസ്യങ്ങൾ, ബി പെട്രോളിയം, സി സൂര്യൻ, ഡി ചന്ദ്രൻ. ഉത്തരം സി സൂര്യൻ. 10. പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏത്? എ കാർബൺ ഡയോക്സൈഡ്, ബി ഓക്സിജൻ, സി നൈട്രജൻ, ഡി ഹൈഡ്രജൻ. ഉത്തരം ബി ഓക്സിജൻ. 11. റോഡ് അപകടത്തിൽപ്പെട്ട ഒരാൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടാൽ ആദ്യം നൽകേണ്ട ചികിത്സ ഏത്? എ വെള്ളം കുടിപ്പിക്കുക, ബി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക, സി എഴുന്നേൽപ്പിച്ചു നിർത്തുക, ഡി മരുന്ന് നൽകുക. ഉത്തരം ബി കൃത്രിമ ശ്വാസോച്ഛ്വാസം നൽകുക. 12. താഴെ പറയുന്നവയിൽ സമ്മിശ്ര കൃഷി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ത്? എ നെല്ലും ഗോതമ്പും കൃഷി ചെയ്യുക, ബി കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തലും നടത്തുക, സി പച്ചക്കറികൾ മാത്രം കൃഷി ചെയ്യുക, ഡി വലിയ തോട്ടങ്ങളിൽ കൃഷി ചെയ്യുക. ഉത്തരം ബി കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തലും നടത്തുക. 13. കണ്ണിന്റെ സുരക്ഷയ്ക്കായി നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ത്? എ വെളിച്ചം കുറഞ്ഞ സ്ഥലത്തിരുന്നു വായിക്കുക, ബി ടി വി വളരെ അടുത്തുനിന്ന് കാണുക, സി കൈകൾ കൊണ്ട് കണ്ണ് അമർത്തി തിരുമ്മരുത്, ഡി സൂര്യനെ നേരിട്ട് നോക്കുക. ഉത്തരം സി കൈകൾ കൊണ്ട് കണ്ണ് അമർത്തി തിരുമ്മരുത്. 14. പരിസ്ഥിതി പഠനത്തിൽ സംയോജിത സമീപനം എന്തിനെ സൂചിപ്പിക്കുന്നു? എ എല്ലാ വിഷയങ്ങളും വെവ്വേറെ പഠിപ്പിക്കുക, ബി ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ബന്ധിപ്പിച്ച് പഠിപ്പിക്കുക, സി ഹോംവർക്ക് മാത്രം നൽകുക, ഡി പരീക്ഷകൾ ഒഴിവാക്കുക. ഉത്തരം ബി ശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവും ബന്ധിപ്പിച്ച് പഠിപ്പിക്കുക. 15. ഒരു പ്രൈമറി ക്ലാസ്സിൽ മഴ എന്ന പാഠഭാഗം പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? എ പ്രസംഗം നടത്തുക, ബി വീഡിയോ കാണിക്കുകയും നിരീക്ഷിക്കാൻ പറയുകയും ചെയ്യുക, സി പുസ്തകം വായിക്കാൻ പറയുക, ഡി വായനശാലയിൽ പോവുക. ഉത്തരം ബി വീഡിയോ കാണിക്കുകയും നിരീക്ഷിക്കാൻ പറയുകയും ചെയ്യുക. 16. കുട്ടികളിൽ ശാസ്ത്രീയ മനോഭാവം വളർത്താൻ അധ്യാപകൻ ചെയ്യേണ്ടത്: എ ഉത്തരങ്ങൾ പറഞ്ഞുകൊടുക്കുക, ബി ചോദ്യങ്ങൾ ചോദിക്കാനും പരീക്ഷണങ്ങൾ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുക, സി കാണാതെ പഠിക്കാൻ നിർബന്ധിക്കുക, ഡി പാഠ്യപുസ്തകം മാത്രം ഉപയോഗിക്കുക. ഉത്തരം ബി ചോദ്യങ്ങൾ ചോദിക്കാനും പരീക്ഷണങ്ങൾ ചെയ്യാനും പ്രോത്സാഹിപ്പിക്കുക. 17. പഠന വൈകല്യങ്ങൾ കണ്ടെത്തുന്നതിനായി നടത്തുന്ന മൂല്യനിർണ്ണയം: എ സമ്മേറ്റീവ് മൂല്യനിർണ്ണയം, ബി ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം, സി പ്ലേസ്മെന്റ് മൂല്യനിർണ്ണയം, ഡി പ്രഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം. ഉത്തരം ബി ഡയഗ്നോസ്റ്റിക് മൂല്യനിർണ്ണയം. 18. പ്രൊജക്റ്റ് രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? എ പാവ്ലോവ്, ബി ബി എഫ് സ്കിന്നർ, സി വില്യം കിൽപാട്രിക്, ഡി പിയാഷെ. ഉത്തരം സി വില്യം കിൽപാട്രിക്. 19. ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് എന്ന്? എ മെയ് 1, ബി ജൂൺ 5, സി ഒക്ടോബർ 2, ഡി ജനുവരി 26. ഉത്തരം ബി ജൂൺ 5. 20. പരിസ്ഥിതി പഠന ക്ലാസ്സിൽ ഫീൽഡ് ട്രിപ്പ് പ്രധാനമാകുന്നത് എന്തുകൊണ്ട്? എ വിനോദയാത്രയ്ക്കു വേണ്ടി, ബി അധ്യാപകന് വിശ്രമിക്കാൻ, സി കുട്ടികൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കാൻ, ഡി അച്ചടക്കം പഠിപ്പിക്കാൻ. ഉത്തരം സി കുട്ടികൾക്ക് നേരിട്ടുള്ള അനുഭവങ്ങൾ ലഭിക്കാൻ. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് സിലബസ് പൂർണ്ണമായും വിശകലനം ചെയ്തും 20 പ്രധാന ചോദ്യങ്ങൾ പരിചയപ്പെടുകയും ചെയ്തു. ഈ 20 ചോദ്യങ്ങളിൽ എത്രയെണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ കഴിഞ്ഞു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സ്കോർ എത്രയാണെന്ന് ഇപ്പോൾ തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 15-ൽ കൂടുതൽ മാർക്ക് ലഭിച്ചവർക്ക് നല്ലൊരു തുടക്കമാണുള്ളത്. മാർക്കൽപ്പം കുറഞ്ഞുപോയവർ വിഷമിക്കേണ്ടതില്ല. സിലബസ് ഒന്നുകൂടി ആവർത്തിച്ചു പഠിച്ചാൽ നമുക്ക് ഈ പരീക്ഷ വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ സാധിക്കും. കൂടാതെ സിലബസിലെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയാസമായി തോന്നിയതെന്നും കമന്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സുകളിൽ ആ ഭാഗത്തിന് നമുക്ക് കൂടുതൽ പ്രാധാന്യം നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കുക.
അധ്യാപക സ്വപ്നങ്ങളിലേക്കുള്ള നിങ്ങളുടെ യാത്രയിൽ ചോക്ക് ഡ്രീംസ് എന്നും കൂടെയുണ്ടാകും. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു സ്പെഷ്യൽ ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.